ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം നേരിടാൻ മെറ്റാലിക് പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചെന്ന വിവാദങ്ങൾക്കിടെ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. ചില അസാധാരണ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിന് പോലീസ് ചട്ടങ്ങൾ അനുമതി നൽകുന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം. മെറ്റാലിക് പെല്ലറ്റ് ഗണ്ണുകൾ സമ്പൂർണ്ണമായി വിലക്കണമെന്നുള്ള ആവശ്യത്തെയും സുപ്രീം കോടതി ചോദ്യം ചെയ്തു. ഇതിനിടെ സേനാ അംഗങ്ങൾ ഭയരഹിതമായി പ്രവർത്തിക്കണമെന്നും അവരുടെ നടപടികളുടെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുമെന്നും വ്യക്തമാക്കി CRPF മേധാവി രംഗത്തെത്തി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ക്രമസമാധാന പാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസുകാർക്ക് അസാധാരണമായ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാമെന്ന് വ്യക്തമാക്കിയത്. കണ്ണീർവാതകവും ലാത്തിചാർജും കൊണ്ട് പ്രതിഷേധത്തെ പൂർണ്ണമായും നേരിടാൻ കഴിഞ്ഞില്ല എങ്കിൽ മെറ്റാലിക് പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാം. ഇതിന് പോലീസ് ചട്ടം അനുമതി നൽകുന്നുണ്ട് എന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇതിനിടെ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധം നേരിടുന്നതിനായി പോലീസ് മെറ്റാലിക് പെല്ലറ്റുകൾ ഉപയോഗിച്ചതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നു. 20-ാം തീയതി ഉണ്ടായ പോലീസിന്റെ അതിക്രമങ്ങളിൽ ചികിത്സയിൽ കഴിയുന്ന ഷെയ്ഖ് മൻസൂരിയുടെ മെഡിക്കൽ ലീഗൽ കേസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത്. ഷെയ്ഖ് മൻസൂരിയുടെ തലയിലും കഴുത്തിലും ലോഹാംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ ലീഗൽ കേസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ മെറ്റാലിക് പെല്ലറ്റുകൾ ഉപയോഗിച്ചിരുന്നു എന്ന സംശയം ഉയരുകയാണ്. ഇതിനിടെ ഷെയ്ഖ് മൻസൂരി ഉൾപ്പെടെ നിലവിൽ പെല്ലറ്റുകളേറ്റ് ചികിത്സയിൽ കഴിയുന്ന എല്ലാവർക്കും പൂർണ്ണ ചികിത്സാ സൗകര്യം നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഡൽഹി സർക്കാരിനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നൽകിയത്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധം നേരിടുവാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചുവെന്ന വിവാദങ്ങൾക്കിടയിലാണ് CRPF മേധാവി ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് സേനാംഗങ്ങൾ ഭയരഹിതമായി പ്രവർത്തിക്കണമെന്ന ആഹ്വാനവുമായി രംഗത്തെത്തിയത്. जो भी एक्शन लेते हैं जो कि बोनाफाइड डिस्चार्ज ऑफ ड्यूटी में है, उन सभी निर्णयों का और उन सभी एक्शंस का संपूर्ण रूप से बल के प्रमुख के रूप में दायित्व मेरा है. अपना काम निर्भय होकर करते रहें. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിന് RAF-നെതിരെ കേസെടുത്താലും അതിന് പ്രോസിക്യൂഷൻ അനുമതി CRPF നൽകില്ല എന്ന സൂചനയാണ് DGയുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.